തെറ്റുതിരുത്തിയാൽ ടി.കെ. ഗോവിന്ദനും വി. കുഞ്ഞികൃഷ്ണനും പാർട്ടിയിൽ വരുന്നതിൽ തടസ്സമില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം.വി. ജയരാജൻ. പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തുപോയ എം.വി. രാഘവനെ വരെ അവസാന കാലത്ത് സ്വീകരിച്ചിട്ടുണ്ട്. നയപരമായ തെറ്റു പറ്റിയെന്ന് കരുതി ഒറ്റപ്പെടുത്തി മുന്നോട്ടു പോകില്ലെന്നും പയ്യന്നൂരിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ ജയിക്കുമായിരുന്നുവെന്നും എം.വി. ജയരാജൻ കണ്ണൂർ വിഷന് നൽകിയ അഭിമുഖത്തിലാണ് വ്യക്തമാക്കിയത്. താൻ ചെയ്ത തെറ്റ് എന്തെന്ന് ജയരാജൻ പറയട്ടെ, എങ്കിലേ മറുപടി പറയാനാകൂവെന്ന് വി. കുഞ്ഞികൃഷ്ണൻ തിരിച്ചടിച്ചു. താൻ പറഞ്ഞത് പാർട്ടി തിരിച്ചറിഞ്ഞല്ലോ, അതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എം.വി. ജയരാജന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. എം.വി. രാഘവൻ അദ്ദേഹത്തിന്റെ ജീവിത അവസാന കാലത്ത് CPM-മായി സഹകരിച്ചുകൊണ്ടാണ് വന്നത്. KR ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് മാറി എതിരാളികളോടൊപ്പം ചേർന്ന് മന്ത്രിയായി. അവസാന കാലത്ത് അവരും CPM-മായി സഹകരിച്ചാണ് പ്രവർത്തിച്ചത്. ഒരിക്കൽ നയപരമായോ സംഘടനാപരമായോ തെറ്റുപറ്റി എന്നു കരുതി ഒരിക്കൽ കമ്മ്യൂണിസ്റ്റുകാരായ പഴയ ആളുകളെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റപ്പെടുത്തി മുന്നോട്ടു പോകുന്നവരല്ല. ആ രാഷ്ട്രീയത്തെയും അന്നത്തെ നിലപാടിനെയും എതിർക്കും. പാർട്ടിയെ വഞ്ചിക്കുന്നവരെ വർഗവഞ്ചകനാണെന്ന് പാർട്ടി ഭരണഘടനയിൽ പറയുന്ന കാര്യമാണ്. അദ്ദേഹം നാളെ നിലപാടുകൾ തിരുത്തി പാർട്ടിയുമായി സഹകരിക്കാൻ തയ്യാറായി വരുമ്പോൾ അത് വേണ്ട എന്ന് വെക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ടി.കെ. ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ പോയതിനു പിന്നാലെ വിനോദിനി ബാലകൃഷ്ണന്റെ പ്രതികരണത്തിലും എം.വി. ജയരാജൻ മറുപടി പറഞ്ഞു. ഒരാളുടെ വീട്ടിൽ മറ്റൊരാൾ പോയാൽ ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരായാലും ആ വീട്ടിൽ നിന്ന് ഗ്രഹനാഥനോ നാഥയെയോ പുറത്താക്കാനാകില്ല. അവർ വന്നാൽ സ്വാഭാവികമായി ആതിഥ്യ മര്യാദ കാണിക്കണം. എന്നാൽ ഇങ്ങനെ ആളുകൾ വന്നാൽ സ്വീകരിച്ചാനയിച്ചു പോകുന്ന നിലയും നല്ലതല്ല. വന്നയാളെ തിരിച്ചയക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ വന്നയാൾ അവിടെ വന്നു കഴിഞ്ഞാൽ സൽക്കരിച്ച് പറഞ്ഞയക്കുക എന്നത് നല്ലതാണ്. അതിനപ്പുറം ഉണ്ടാകുന്നത് ഗുണമല്ല, അദ്ദേഹം പറഞ്ഞു. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ച പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ മേൽ കെട്ടിവയ്ക്കുന്നത് വഞ്ചനയാണെന്ന് കണ്ണൂരിലെ മുൻ CPM നേതാക്കളായ ടി.കെ. ഗോവിന്ദനും വി. കുഞ്ഞികൃഷ്ണനും വാർത്താസമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഉൾപാർട്ടി ജനാധിപത്യം മാനിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? സ്ഥാനാർത്ഥികളെ ബഹുഭൂരിപക്ഷം പേരും എതിർക്കുന്നുവെങ്കിൽ അത് പരിശോധിച്ച് തിരുത്തേണ്ടതല്ലേ? ആ ബാധ്യത നിർവഹിച്ചോ എന്ന് കുഞ്ഞികൃഷ്ണൻ ചോദിച്ചു. താഴെത്തട്ടിൽ നിന്നുള്ള ചർച്ചകൾ കേട്ടിട്ടാണ് വിലയിരുത്തൽ നടത്തുന്നത് എന്നാണ് എം.വി. ഗോവിന്ദൻ പറയുന്നത്. എന്നാൽ താഴെത്തട്ടിൽ നടന്നിട്ടുള്ള ഒരു വിലയിരുത്തലും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് വാർത്താ സമ്മേളനം കണ്ടാൽ മനസ്സിലാകുന്നതെന്ന് ടി.കെ. ഗോവിന്ദൻ അന്ന് പരിഹസിച്ചിരുന്നു. സാങ്കേതികമായി ജില്ലാ കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ജില്ലയിലെ ഏതെങ്കിലും ഒരു ഘടകം ഈ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചിരുന്നോ എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തിരുന്നു.